തിരുത്തേണ്ട ഏതാനും തിന്മകൾ ഞാൻ പറയാം. ഒന്നാമതായി നമ്മൾ രഹസ്യ പാപം ഉപേക്ഷിക്കുക. പരസ്യമായി നമ്മൾ പാപം ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കുമായിരിക്കും, പക്ഷെ രഹസ്യ പാപം നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവം പരമ പരിശുദ്ധനായതുകൊണ്ട് നമ്മൾ രഹസ്യഭാവങ്ങൾ ഉപേക്ഷിക്കണം. രഹസ്യഭാവമാണേലും പരസ്യഭാവമാണേലും ദൈവസന്നിധിയിൽ ഒരേപോലെയാണ്. അതുകൊണ്ട് രഹസ്യഭാവങ്ങൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല, അത് ഉപേക്ഷിക്കണം. രണ്ടാമതായി നമ്മൾ ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം. പൗലോസിക വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്, ഒരുത്തനെ നന്നാക്കാനാണെങ്കിൽ പോലും അവനെ ഉപദേശിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പൗലോസിക പറയുന്നത്. ചീത്ത കൂട്ടുകെട്ടുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാൽ നമുക്കും ആ ചീത്ത സ്വഭാവം വരും, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പാപിയെ ശാസിക്കുക, എന്നിട്ട് അവൻ തിരുത്തണില്ലെങ്കിൽ അവനെ ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ് ബൈബിൾ